ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയുടെ തലസ്ഥാനമായ ഒങ്കോളിൽ നിന്നും 7 കിലോമീറ്റർ ദൂരെ ഒരു കുളക്കരയിൽ 20 വർഷങ്ങളായി താമസിക്കുന്ന രാമകൃഷ്ണൻ എന്നയാളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് ആന്ധ്ര മിഷൻ ടി വി നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. രാമകൃഷ്ണൻ്റെ ജീവിതം വളരെ ദുസ്സഹമാണ്. അദ്ദേഹം താമസിക്കുന്ന കുളക്കരയിലെ ഒരു കുടിലാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. രാമകൃഷ്ണൻ്റെ ജീവിതം വളരെ ദയനീയവും വളരെ ദുഃഖകരവുമായിട്ട് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 20 വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ളൊരു കുടിലിൽ അദ്ദേഹവും ഭാര്യയും താമസിക്കുകയാണ്. നമ്മുടെ ഈ രാജ്യത്ത് അനേകർ വൻമാളികകളിൽ താമസിക്കുമ്പോൾ രാമകൃഷ്ണനെ പോലുള്ളവർക്ക് എന്തുകൊണ്ട് ഇപ്പോഴും ഒരു നല്ല വീട് പോലും കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും വളരെ ദയനീയത തോന്നുന്നത്. എങ്കിലും രാമകൃഷ്ണൻ സന്തോഷവാനാണ്. അദ്ദേഹത്തെ പോലുള്ളവരെ കാണുവാനും പരിചയപ്പെടുത്തുവാൻ കഴിയുന്നതിൽ ആന്ധ്ര മിഷൻ ടി വിക്ക് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു അനുഗ്രഹം ഇദ്ദേഹത്തിന് കൂടി ഉണ്ടാവണമെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്ക് കാണാം. స్థలానికి అప్లికేషన్ పెట్టేశాము. పెట్టి వైసీ ప్రభుత్వంలోనే జగన్ ప్రభుత్వంలోనే మాకు ఇల్లు స్థలాలు రావాలి. అలాంటిది మాకు ఇప్పటిదాకా పెండింగ్ పడి ఈ ఊరు గ్రామస్తులు కూడా వాళ్ళు ఇచ్చిన ప్రభుత్వం ఇచ్చిన స్థలాన్ని వాళ్ళు ఉండక దాన్ని దుర్వినియోగం చేసి దాన్ని ഇന്ന് രാമകൃഷ്ണൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് രാമകൃഷ്ണൻ എത്ര വയസ്സുണ്ട്? എన్ని సంవత్సరాలు మీకు వయసు? ആധാർ കാർഡ് അനുസരിച്ച് 55 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്. പക്ഷേ 20 വർഷങ്ങളായിട്ട് ഈ കുടിലിലാണ് താമസിക്കുന്നത്. ഈ കുടിലിൽ താമസിക്കാൻ രാമകൃഷ്ണൻ ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഗിയാണ്. പക്ഷേ നിരവധി ബുദ്ധിമുട്ടുകൾക്ക് തടിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. 20 വർഷങ്ങളായിട്ട് ഈ ഒരു കുടിലിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും സർക്കാർ ഇവർക്ക് ഇതുവരെ ഒരു വീട് കൊടുത്തിട്ടില്ല. സർക്കാരിൻ്റെ ഒരു വീട് അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ധാരാളം ആധാർ കാർഡുകളോ മറ്റ് രേഖകളോ ഒന്നുമില്ലായിരുന്നു. ധാരാളം ഓടുകയും നടക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് രാമകൃഷ്ണൻ. പക്ഷേ രാമകൃഷ്ണൻ നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ സഹായിക്കുന്നുണ്ട്. കുറേ നാളുകളായിട്ട്, ഒരു 6-7 മാസങ്ങളായിട്ട് രാമകൃഷ്ണന് ആവശ്യമുള്ള ആഹാരം നമ്മൾ ഇടയ്ക്കിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ, ഇവിടുത്തെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുകൊള്ളുന്ന ഒരാളാണ് രാമകൃഷ്ണൻ. നമ്മുടെ ഭക്ഷണ വിതരണത്തിന് വേണ്ടി അദ്ദേഹം നമ്മളോടൊപ്പം വരുന്നുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമുള്ള അരിയും പച്ചക്കറിയും ഒക്കെ നമ്മൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തൊരു ജീവിതമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇത് വരുന്ന ഭയങ്കര ഒരു മഴക്കാലമാണ് വരുന്നത്. ആ സമയത്ത് ഇവർ എങ്ങനെ താമസിക്കുമെന്ന് എനിക്കറിയില്ല ഇവിടെ. തീർച്ചയായിട്ടും രാമകൃഷ്ണനെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രാമകൃഷ്ണൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഓരോ മനുഷ്യർ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതെന്ന് നമുക്കറിയില്ല. എന്താണ് അതിൻ്റെ പ്രശ്നങ്ങളെന്ന് അറിയില്ലെങ്കിൽ തന്നെയും ഈ അവസ്ഥകൾ നിങ്ങളൊന്ന് കാണണം. ഈ വീടിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് നോക്കണം. ഈ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണണം. എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ കുനിഞ്ഞ് വേണം ഈ കുടിലിനുള്ളിലേക്ക് കടക്കാൻ. ഉണ്ടോ രാമകൃഷ്ണൻ? അപ്പോൾ ഇത് നമ്മൾ കാണാതെ പോകരുത് ഇത്തരം കാര്യങ്ങൾ. ഇതുണ്ടോ അതിൻ്റെ ഒരു ടാർപോളിൻ കൊണ്ട് കെട്ടിയിരിക്കുന്ന ഒരു വീടാണിത്. ഇതിനപ്പുറത്ത് വലിയ ഒരു കുളമാണത് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രാമകൃഷ്ണൻ്റെ ഇത് കണ്ടോ, വസ്തുവകകളൊക്കെ ഉണ്ടോ, തുണികളും ഒക്കെയാണ് ഈ കാണുന്നത്. കണ്ടോ, തുണികളും ഒക്കെയാണ്. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് രാമകൃഷ്ണൻ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ എന്നാലും രാമകൃഷ്ണന് സന്തോഷവാനാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അദ്ദേഹത്തെ സമ്മതിക്കുന്നു. ഒരു ഒങ്കോൾ 7 കിലോമീറ്റർ ദൂരമുണ്ട്. രാമകൃഷ്ണൻ്റെ ഭാര്യയെ കൂടെ ഞാൻ കാണിക്കാം. കണ്ടോ, അവിടെ അദ്ദേഹത്തിൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ വീടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടോ, ഈ വീടിൻ്റെ ഉൾവശത്തേക്ക് കാണാം. എന്തുകൊണ്ടാണ് വർഷങ്ങളായിട്ടും? അപ്പോൾ അതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഇവർക്ക് രേഖകളില്ലായിരുന്നു, പല രേഖകൾ ഔദ്യോഗികമായിട്ടില്ലായിരുന്നു. ഇവിടെ 20 വർഷമായിട്ട് താമസിക്കുന്നെങ്കിലും അവർക്ക് ഇതൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അസുഖം കൊണ്ട് അവർ കൃത്യസമയത്ത് ഇതൊന്നും സർക്കാരിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവരൊരു രോഗിയാണ്. ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയിരുന്ന് അവരെ കൊടുക്കുന്ന ചെറിയ ഭിക്ഷയൊക്കെ എടുത്താണ് അവർ സത്യം പറയാൻ ജീവിക്കുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് ఇవరే సహాయిക്കാൻ കഴിയുന്നില്ല എന്ന് വേണം പറയാൻ. എന്നാലും ఈ జగన్ ప్రభుత్వం ఉన్నప్పుడు 18,750 రూపాయలు ఆడవాళ్ళకి చేతి డబ్బులు పడతా ఉండేవి. ఈ ప్రభుత్వం చేత అది కూడా లేకుండా పోయింది. అప్పుడంటే మంచి బాగా ఆరోగ్యంగా బాగుండేది. పని చేసుకుంటూ ఉండేవాడిని. രാമകൃഷ്ണൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുവാൻ
ഈ മഴക്കാലത്ത് ഒന്ന് സ്വൈര്യമായി താമസിക്കാനുള്ള ഒരു ചെറിയ കുടിൽ നന്നായിട്ട് ഉണ്ടാക്കി നൽകുവാനെങ്കിലും അദ്ദേഹത്തെ സഹായിക്കുവാൻ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷമുണ്ടാകട്ടെ. മക്കളില്ലാതെ സ്വന്തക്കളും ബന്ധുക്കാരും ആരും ഇല്ലാതെ ജീവിക്കുന്ന ഈ മനുഷ്യനും ഭാര്യയ്ക്കും ദൈവത്തിൻ്റെ സഹായം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്നും കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ രാമകൃഷ്ണൻ നമ്മുടെ കൂടി സഹോദരനാണെന്ന് മനസ്സിലായിക്കൊണ്ട് രാമകൃഷ്ണനെ പോലുള്ളവരെ സഹായിക്കാൻ നമ്മൾ മുൻപന്തിയിൽ വരണം. സർക്കാരിനൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയില്ല. നിയമത്തിൻ്റെ നൂലാമാലകൾ ധാരാളം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്.